ഇനി നമുക്ക് കുറച്ച് കുടുംബകാര്യങ്ങളാവാം. കുടുംബകാര്യങ്ങൾ അതിപ്പോൾ ഭാര്യയും മകളും വന്നിട്ടുണ്ട്. ഞാൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. ജേട്ടനോടൊപ്പം ഇന്ന് സമാഗമത്തിൻ്റെ ഈ വേദി പങ്കിടാൻ എത്തിയിട്ടുള്ള ജേട്ടൻ്റെ പ്രിയ പത്നി ശ്രീമതി ലളിത, മോള് ലക്ഷ്മി, ഇവരെ രണ്ടുപേരെയും ഞാൻ സ്നേഹപൂർവ്വം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ. ഒരു പ്രേമവിവാഹം ആയിരുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതെ. എന്നാലും റേഡിയോയിലൊക്കെ ഈ ഗായകൻ്റെ പാട്ട് കേട്ടപ്പോൾ എപ്പോഴെങ്കിലും പ്രേമം തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഏത് പാട്ട് കേട്ടപ്പോഴാണ് പ്രേമിക്കാൻ തോന്നിയത്? പഴയ പാട്ടുകൾ. അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യമായിട്ട് കേട്ടത് മറ്റേ കുപ്പായ കിശമേൽ. അത് പ്രേമിക്കാൻ തോന്നുന്ന പാട്ട് തന്നെ അല്ലേ? കുപ്പായ കിശമേൽ കുങ്കുമം പൊട്ട് കണ്ട് കൂട്ടുകാരൻ തന്നെ കളിയാക്കി. കുരുതിക്കളമല്ലേ? അല്ല, കുരുതിക്കളം. അമ്പലപ്രാവ്. അമ്പലപ്രാവിൻ്റെ മ്യൂസിക് ഡയറക്ടർ ബാബുരാജ്. ബാബുരാജാണ്. ആ പാട്ട് കേട്ടപ്പോഴാണ് ആദ്യം പ്രേമിക്കണം തോന്നിയത്. അപ്പം അന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ? ഇല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കല്യാണാലോചന വന്നതൊക്കെ? പണ്ട് സിസ്റ്റർ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ സിസ്റ്ററെ കല്യാണം. പിന്നെ അങ്ങനെ സിസ്റ്റർ ഹസ്ബൻഡിൻ്റെ അമ്മ ആണ് ഇത് കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു ഈ കുങ്കുമ പൊട്ട് കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി അല്ലേ? പിന്നീട് ജേട്ടൻ്റെ എല്ലാ പാട്ടുകളും ഇഷ്ടം തന്നെയായിരിക്കും. കാരണം ജേട്ടൻ്റെ ഒരു ഹിറ്റ് അല്ലാത്ത പാട്ടുകൾ ഇല്ല എന്ന് തന്നെ പറയല്ലേ. ഒരു സമയത്ത് ഇറങ്ങിയിരുന്ന എല്ലാ പാട്ടുകളും ഇപ്പം ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. മുത്തശ്ശി എന്ന് പറയുന്ന സിനിമയിൽ ജേട്ടൻ പാടിയ ഹർഷബാഷ്പം തൂക്കി എന്ന പാട്ട് ഹിറ്റാണ്. ദാസേട്ടൻ പാടിയ മുല്ലകൾ ഇന്നലെ ആരാമ ലക്ഷ്മിക്ക് എന്നുള്ള പാട്ട് അധികം പോപ്പുലർ ആയിട്ടില്ല. അങ്ങനെ ജേട്ടൻ്റെ പാട്ടുകളെല്ലാം ഒരുപാട് പോപ്പുലറാണ്. എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ജേട്ടൻ്റെ പാട്ടുകൾ ഏതൊക്കെയാണ്? കരിമുകിൽ കാട്ടിലെ സുപ്രഭാതം. സുപ്രഭാതം പാടിയനല്ലേ ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ്, കേരള സ്റ്റേറ്റ് അവാർഡ്. മോൾക്ക് ഏത് പാട്ടാണ് അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടം? എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. വളരെ സെൻഷ്വസ് വോയിസ് ആണ് അച്ഛൻ്റെ. എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എസ്പെഷ്യലി വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ. ഈ ഇടയ്ക്ക് വന്ന ഗൗരി ശങ്കരത്തിലെ ഉറങ്ങാതെ എന്ന് പറഞ്ഞ പാട്ട്, അങ്ങനത്തെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം. ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം, അതൊക്കെ വളരെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള പാട്ടുകളാണ്. ഈ അടുത്ത കാലത്തായിട്ട് അച്ഛൻ്റെ ശബ്ദം കുറച്ചുകൂടെ നന്നായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അതെന്താണ് അതിൻ്റെ ഒരു രഹസ്യം? പണ്ടുള്ളതിനേക്കാൾ ശബ്ദമാധുരി ഒന്നുകൂടെ ഡെപ്തൊക്കെ ഒന്നുകൂടെ വോയിസിന്. എനിക്കതിനെക്കുറിച്ച് പറയാനൊന്നും അറിയില്ല. അതിനുവേണ്ടി പ്രത്യേക പ്രാക്ടീസ് പ്രാക്ടീസ് പാട്ടുകൾ കേൾക്കുക മാത്രമേ ഉള്ളൂ. വേറെ ഏതെങ്കിലും പാട്ടുകൾ കേൾക്കുമ്പോൾ മറ്റാരെങ്കിലും പാടിയ ഏതെങ്കിലും പാട്ട് കേട്ടപ്പോൾ ഇത് ജയേട്ടൻ പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഏത് പാട്ടാണത്? ദാസേട്ടൻ പാടിയ പാട്ടുകൾ ചിലത് ചേട്ടൻ പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ചില പാട്ടുകൾ അങ്ങനെ ഇപ്പം എനിക്ക് വടക്കം വീരഗാഥയൊക്കെ കാണുമ്പം ചന്തുവായിട്ട് അഭിനയിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നുന്നു. നമ്മുടെ ചില ഒരു അത്യാഗ്രഹങ്ങളാണ് അതൊക്കെ. അങ്ങനെ ഉണ്ടല്ലോ ഈ പാട്ട് കേൾക്കുമ്പോൾ ഇത് എനിക്ക് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒരു മോഹം, ഒരു ഗായകനായ സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ തോന്നാം. ജയേട്ടൻ അങ്ങനെ ഏതെങ്കിലും പാട്ടുകൾ തോന്നിയിട്ടുണ്ട്? അത് തോന്നാറുണ്ട്. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഏതെങ്കിലും? അങ്ങനെയല്ല, ഒരുപാട് പാട്ടുകളുണ്ട്. അതെ, അതൊരു കലാകാരൻ്റെ ഒരു മോഹമാണ്. മോഹം. ദാസേട്ടനുമായിട്ടൊക്കെ ഉള്ള ബന്ധം എങ്ങനെയാണ് ചേട്ടൻ? ദാസേട്ടനായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ 1958 മറ്റേ ഇവിടെ യൂത്ത് ഫെസ്റ്റിവൽ, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോഴാണ് ദാസേട്ടൻ പാട്ടിന് കിട്ടി, എനിക്ക് മൃദംഗത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ശരി. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ആദ്യമായിട്ട്. അങ്ങനെ എന്നിട്ട് ഒരു സ്റ്റേജിൽ ഞങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റേജിൽ. എന്നിട്ട് അതിന് ശേഷം പിന്നെ കാണുന്നത് സെക്കൻഡ് ഇയർ BSc പഠിക്കുമ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടെ മദ്രാസിൽ പോയി. മദ്രാസിൽ പാരിയൻ കമ്പനി ജോലി എടുത്തതാണ് ഞാൻ. അതല്ല, അവിടെ എൻ്റെ ബ്രദർ ജോലി എടുത്തു. ചേട്ടനെ കാണാൻ വേണ്ടി പോയതാണ്, ചേട്ടൻ്റെ കൂടെ താമസിക്കാനായിട്ട്. സുധാകരൻ എന്നാ പേര്. ഞാൻ പറഞ്ഞു നല്ലോണം പാടുമെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു കക്ഷി ഇരിക്കുന്ന അവിടെ. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ആളെ അറിയാമെന്ന് വെച്ചു. ഞാനിങ്ങനെ നോക്കി കുറേ നേരം ആലോചിച്ച് നോക്കി, ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ റെക്കഗ്നൈറ്റ് ദാസേട്ടൻ യേശുദാസ് അല്ലേ എന്ന് വെച്ചു. അതെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു 10-15 ദിവസം അവിടെ കൂടുതൽ ജോളിയായിട്ട് പാടിക്കൊണ്ട് അങ്ങനെ ആ ബന്ധം അന്ന് മുതലേ ഞങ്ങൾ ഉണ്ടായിരുന്നു, ദാസേട്ടനായിട്ടുള്ള ബന്ധം. പിന്നെ ഞാൻ പാടി എൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് കോഴ്സെല്ലാം കഴിഞ്ഞ് ഞാൻ പാടാനായിട്ട് വന്നിട്ട് ഇവിടെ ജോലി എടുക്കുമായിരുന്നു. പാരിയൻ കമ്പനിയിൽ ജോലി എടുക്കുന്ന സമയത്ത് ദാസേട്ടനെ കാണാൻ വേണ്ടി പോകും. കാണാൻ പോകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് റെക്കോർഡിങ്ങിന് കാണിക്കാൻ കൊണ്ടുപോകും. ഒന്നിച്ച് പോകാറുണ്ട് ഞങ്ങൾ ഒന്നിച്ച് ദാസേട്ടൻ്റെ കൂടെ.
ഒന്ന് പോയിട്ട് തന്നെ ദേവരാം മാസ്റ്ററെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് അവിടെ വെച്ചാൽ മാണിക്യ വീണമയ റെക്കോർഡിങ് സമയത്താണ് ദേവരാം മാസ്റ്റർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഞാൻ ദേവരാം മാസ്റ്റർ ആദ്യം കാണുന്നത്. അപ്പോൾ അത് ഞാൻ പാടിയിട്ടില്ല, അപ്പോൾ പരിചയപ്പെട്ടു, അങ്ങനെ എഴുതിയിട്ടുള്ളൂ. ദാസൻ്റെ റെക്കോർഡിങ് കേൾക്കാൻ വേണ്ടി പോകും ഞാൻ. അപ്പോൾ ഈ ഒരു മുല്ലപ്പൂമാലയുമായി എന്നുള്ള പാട്ട് പാടിയിട്ടില്ല? അപ്പോൾ പാടിയില്ല. അതിന് മുമ്പ് ചേട്ടൻ എന്തോ കെമിസ്റ്റ് ആയിട്ടൊക്കെ അല്ലേ ജോലി? അതെ, പേരൻ കമ്പനിയിൽ. പേരൻ കമ്പനി. കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണോ പഠിച്ചത്? അതല്ല, ഞാൻ സുവോളജിയാണ് പഠിച്ചത്. എന്നിട്ട് പിന്നെ കെമിസ്റ്റ് ആയിട്ടാണ് കെമിസ്റ്റായിട്ട് ജോലി ചെയ്തു അവിടെ. അത് എത്ര നാള്? അത് 6 മാസം. അവർ നീണ്ടു നിന്നില്ല. മോൻ പാട്ടൊക്കെ പഠിക്കുന്നില്ലേ? മോൻ പാട്ട് പഠിക്കുന്നില്ല, അവൻ പാടും. പാട്ടുകാരനാണ്. പാട്ടൊക്കെ പാടും അല്ലേ? അവൻ്റെ പേര് ദിനനാഥ്. ദിനനാഥ്. ലതാ മങ്കേഷ്കറിൻ്റെ അച്ഛൻ്റെ പേരാ ദിനനാഥ് മങ്കേഷ്കർ എന്ന് പറഞ്ഞല്ലേ, അതിൽ എടുത്ത പേരാ ഞാൻ ദിനനാഥ് എന്നുള്ള പേര്. ദിനനാഥ്. ഇന്നും വന്നില്ല, മോൻ വന്നില്ല അല്ല, അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മറ്റേ കോളേജ്, അമ്മയുടെ കോളേജ് ഉണ്ടല്ലോ മറ്റേ കോയമ്പത്തൂർ, അവിടെ MBA പഠിച്ചുകൊണ്ടിരിക്കുക. ഓ ശരി. എങ്ങനെയുണ്ട് അച്ഛൻ? വീട്ടിൽ ഭയങ്കര ദേഷ്യക്കാരനാണോ? ആദ്യമായിരുന്നു, ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ വളരെ ക്വയറ്റാണ്. ഇപ്പം ഞാൻ പേടിക്കാരനായി. ആദ്യമൊക്കെ ചെറുപ്പത്തിലെ ചെറുതായിരുന്നപ്പോ നല്ല വഴക്കൊക്കെ പറയായിരുന്നു. വഴക്ക് പറയേണ്ട ആവശ്യമില്ല, നോക്കിയാൽ തന്നെ പേടിക്കും. ഇപ്പൊ അങ്ങനെയല്ല, പിന്നെ വളരെ ഫ്രണ്ട്ലി അപ്രോച്ച്. ഞാൻ പേടിക്കും. അതല്ലേ, നോക്കിക്കഴിഞ്ഞാല്. ഈ ഭയങ്കര ദേഷ്യക്കാരനായിട്ടാണ് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. നമ്മൾ സാറിന് ഈ ഗൾഫ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഈ ഓർഗനൈസേഴ്സൊക്കെ നിസ്സാരം എന്തെങ്കിലും കുഴപ്പം വരുത്തിയാൽ മതി, പെട്ടെന്ന് ദേഷ്യം വരെ. ഭയങ്കര ഡെഡിക്കേഷൻ ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പാട്ടിന്റെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താൽ തന്നെ ഇഷ്ടമല്ല. ശരി. ഭയങ്കര ഡെഡിക്കേഷനാണ്, അതുകൊണ്ടാണ്. അത് അല്ലെങ്കിൽ കുഴപ്പമില്ല, ഫ്രണ്ട്ലിയാണ്. തമാശകൾ പറയാനും ചിരിക്കാനും ഒക്കെ ഉണ്ട്, പക്ഷെ ഇടയ്ക്ക് തമ്പുരാൻ്റെ തന്നെ സ്വഭാവം വരും ചിലപ്പം, അല്ലേ? നല്ല ചൂട് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല ദേഷ്യപ്പെടുന്ന. പക്ഷെ വീട്ടിലെത്ര ഇല്ല. വീട്ടിലിരുന്ന് പാടുമോ പാട്ടുകളൊക്കെ? അങ്ങനെ പാടാറുണ്ട്. അല്ല, വെറുതെ കേട്ട് പാടുന്ന പോലെ അല്ല, ഒരു ശരിക്കും നിങ്ങൾ പാടിത്തരുന്നത് പോലെ നന്നായിട്ട്. എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ പാടാറുണ്ട്. നമുക്ക് എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഒരു പാട്ട് പാടാം. പാടാലോ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്ദുരാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്ദുരാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. ഏത് സ്വപ്ന പുഷ്പവനം നീ തിരയുന്നു, ഏത് രാഗ കൽപ്പനയിൽ നീ മുഴുകുന്നു. വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ, ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖി, ആരുണർത്തുന്നു. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്ദുരാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. പാട്ട് പാടാൻ കഴിഞ്ഞില്ലെങ്കിലും ആസ്വദിക്കാൻ കഴിയുന്നത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യമാണ് അല്ലേ? ഏറ്റവും വലിയ കാര്യം അതാണ്. അപ്പോൾ പാട്ട് പാടാനും കൂടെ കഴിയാന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഭാഗ്യമായിരിക്കും അല്ലേ? ചേച്ചി പാടൂല്ലേ? ഇല്ല, കേൾക്കാറേ ഉള്ളൂ. പാടില്ല നിർബന്ധമാണ്? പാടാറില്ല. മോള് പാടും? ഇല്ല, ഞാൻ പാടില്ല. പാട്ട് കേൾക്കും, ചിലപ്പോൾ ഒന്ന് മൂളും, അത്ര തന്നെയുള്ളൂ. ഇപ്പം മൂളണോ? വേണ്ട. ഈ ഇത്രയധികം പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8000-ലധികം പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈ ജേട്ടൻ പാടിയ ഏതെങ്കിലും പാട്ടിൻ്റെ ഏതെങ്കിലും ഒരു ലൈൻ എവിടെയെങ്കിലും പെട്ടെന്ന് കേട്ടാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇത് ഞാൻ പാടിയ പാട്ടാണ്, ഇന്ന പാട്ടാണെന്നൊക്കെ ഉള്ളത് ലൈൻ കേട്ടാൽ പറയാൻ പറ്റും. ആണല്ലേ? പാടാൻ പറ്റും. മിന്നാതെ മിന്നുന്ന മിന്നാമിനുങ്ങേ ഒന്നുറങ്ങാനുള്ള ചൂടുണ്ടോ, മകരം
പോയിട്ടും മാടമുണർന്നിട്ടും മാറത്തെ കുളിരൊട്ടും പോയില്ലേ, മേടം വന്നിട്ടും പാടമുണർന്നിട്ടും മേനിത്തരിപ്പു കുറഞ്ഞില്ലേ. എങ്ങനെ സല്ലപിക്കും ഞങ്ങൾ, എങ്ങനെ സല്ലപിക്കും. വസന്ത സദനത്തിൻ വാതായനങ്ങളിലെ വനപുഷ്പരാജകുമാരികളെ, മത്സരിക്കേണ്ട സൗന്ദര്യ മത്സരത്തിൽ മത്സഖിയോടിന്നും നിങ്ങളാരും. വസന്ത സദനത്തിൻ വാതായനങ്ങളിലെ വനപുഷ്പരാജകുമാരികളെ. മിക്കവാറും എല്ലാ സംഗീത സംവിധായകരുടെയും പാട്ടുകൾ ചേട്ടൻ പാടിയിട്ടുണ്ടല്ലോ. അന്നത്തെ സംഗീത സംവിധായകർ, അതായത് ദക്ഷിണാമൂർത്തി, ബാബുരാജ്, ദേവരാജൻ മാസ്റ്റർ, അങ്ങനെയുള്ള സംഗീത സംവിധായകരെ കുറിച്ചാണ്. അവർക്ക് പാട്ട് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നില്ലേ? അന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്കൂളിൽ പോകുന്ന മാതിരിയാണ്. പാട്ടുകൾ പറഞ്ഞു തരും, അവർ വിളിച്ചുകൊണ്ട് പാടി ആദ്യം പാട്ട് എഴുതി ലിറിക്സ് ആദ്യം എഴുതി തരും. എഴുതി എടുത്തു കഴിഞ്ഞാൽ എഴുതി എടുത്തു കഴിഞ്ഞാൽ അതിലായി ലിറിക്സ് വായിച്ച് നോക്കാൻ പറയും. അതിൻ്റെ അർത്ഥം മീനിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറഞ്ഞു തരാനുള്ളതൊക്കെ പറഞ്ഞു തരും. ലിറിസിസ്റ്റും ഉണ്ടാകും. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിന്നോ വയലാറെന്നോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഭാസ്കരൻ മാസ്റ്റർ ആരെങ്കിലും അവരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും, അർത്ഥം അതിൻ്റെ പറഞ്ഞു തരും. പിന്നെ ഈ പ്രാക്ടീസ് പഠിപ്പിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രാവശ്യമല്ല, നമ്മൾ ദിവസങ്ങളോളം പോകണം. ഒരാഴ്ചക്ക് റിഹേഴ്സൽ വേണ്ടി വരും നമുക്ക്. നമ്മൾ ഇത് പോയിട്ട് ആദ്യം പോയി അവിടെ ആദ്യം ഹാർമോണിയം, തബല, ഗിറ്റാറൊക്കെ വെച്ച് ചെറിയ രണ്ട് മൂന്ന് ഇൻസ്ട്രുമെൻറ്റ് വെച്ച് പാടി പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ റെക്കോർഡിങ് തന്നിട്ടുള്ളൂ പറഞ്ഞു തന്ന്. അത് പാട്ട് പറഞ്ഞു തന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നിട്ടൊക്കെയാണ് അന്നത്തെ റെക്കോർഡിംഗ് ഒക്കെ. ഇന്നത്തെ മാതിരി അങ്ങനെ ഇന്ന് ചെന്ന ഉടനെ നമുക്ക് പാട്ട് ഏതാണെന്ന് അറിയാൻ പാടില്ല. ചെല്ലുമ്പോഴാണ് പാട്ട് ഏതാണെന്ന് അറിയുന്നത്. സ്റ്റുഡിയോ സ്റ്റുഡിയോ ചെല്ലുമ്പോൾ പാട്ട് തന്നെതാണെന്ന് അറിയുന്നത്. അപ്പം തന്നെ പഠിച്ചപ്പോൾ പാടുക ചെയ്യുന്നത്. ഇപ്പോൾ വേറൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ വെച്ചാൽ 4 ലൈനായിട്ട് എടുക്കാൻ പറ്റും. മറ്റേത് അങ്ങനെയല്ല, ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് പാടണം. പക്ഷെ അങ്ങനെ വരുമ്പോൾ വേറൊരു മെച്ചം വെച്ചാൽ ഫീലിങ്സും കണ്ടിന്യൂറ്റിയും കൂടും. അങ്ങനത്തെ ആ ടൈപ്പ് ഓഫ് റെക്കോർഡിങ്ങിൽ ഒരുപാട് ഫീലിങ്സും ഭാവം കൂടുതൽ. ഓർക്കസ്ട്ര എല്ലാവരും കാണുകയാണ്. നമ്മൾ ഓർക്കസ്ട്രക്കാരെ എല്ലാവരും, മ്യൂസിഷ്യൻസിന് എല്ലാവരും നമ്മൾ കണ്ടുകൊണ്ട് പാടുന്നത്. അവരെ കണ്ടുകൊണ്ട് പാടുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ഇതായിട്ടുള്ള അവർക്കും ഉണ്ട്. അതുപോലെ നമ്മൾ വായിച്ച് തബല വായിക്കുന്നവർക്കും നമ്മളെ കണ്ടുകൊണ്ട് വായിക്കുമ്പോൾ അവർക്കും ഇൻസ്പിറേഷൻ നമുക്ക് അവരെ കാണുമ്പോൾ. ഇപ്പോൾ ഡ്യുവറ്റ്സ് പാടുകയാണെങ്കിൽ അന്ന് ജാനകിയമ്മയോട്ടോ സുശീലാമ്മയോട്ടോ കൂടെ പാടുമ്പോൾ അവരൊന്നിച്ച് നിന്നിട്ടാണ് പാടുന്നത് നമ്മൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഫീലിംഗ് ഒരു വ്യത്യാസമുണ്ട്. അവർ നിന്ന് ലൈവായിട്ട് പാടുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ, ഡ്യുവറ്റ് പാടുമ്പോൾ ആ ഫീലിംഗ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചിത്ര പാടുന്നത്, അല്ലെങ്കിൽ സുജാത പാടുന്നത്. അവരെ കാണുന്നത് തന്നെയില്ല. റെക്കോർഡ് വരുമ്പോഴായിരിക്കും നമ്മുടെ ഡ്യുവറ്റ്സ് നമ്മുടെ വോയിസ് കേൾക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമായി എന്നല്ലാതെ പാട്ടിൻ്റെ ഒരു ക്വാളിറ്റി ശരിക്കും ക്വാളിറ്റി മറ്റേതിന് കൂടുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് പിന്നെ കൂടുതൽ ഇതാണ്. ഇപ്പോൾ ഒരു വാക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഒരക്ഷരം കൂടെ മാറ്റാൻ പറ്റുന്നതാണ്. ശ്രുതി ഇപ്പോൾ വേറൊരു ഇത് വന്നിരിക്കുന്നത്, എവിടെയെങ്കിലും ശ്രുതി പോയിട്ടുണ്ടെങ്കിൽ ശ്രുതി ചേർക്കാൻ പറ്റും. ശരി. അപ്പോൾ പാട്ടുകാരൻ്റെതായിട്ടുള്ള ഇപ്പോൾ യാതൊരു ഇതുമില്ല, കോൺട്രിബ്യൂഷൻ വരില്ല. അപ്പോൾ എല്ലാം മെഷീൻ ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. മറ്റേ എനിക്കിപ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. ഇപ്പോൾ സുശീലാമ്മയും റഫി സാബൊക്കെ പാടിയ പാട്ടുകളൊക്കെ ഇവരൊക്കെ അന്ന് ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് പാടി എങ്ങനെ പാടിയവരെ പാടിച്ചിരുന്നത്. നമ്മൾ പാടിയതിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല. അവർ പാടിയ പാട്ടുകളെ കുറിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ അവർ പാടിയത്. അപ്പോഴാണ് അവരോടുള്ള നമുക്ക് ആ ഒരു ബഹുമാനം കൂടുന്നു. അങ്ങേറ്റം കണ്ണ് നിറഞ്ഞു പോകും. നമ്മുടെ സലിൽ ചൗധരിയുടെ ഒക്കെ വളരെ കുറച്ച് പാട്ട് പാടിയിട്ടുള്ളൂ. വളരെ കുറച്ച് പാടി. മലയാളത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾ പിന്നെ ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക് ചെയ്ത മ്യൂസിക് ഡയറക്ടറാണ്. ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ. പക്ഷേ ചേട്ടൻ പാടിയ പാട്ടുകളൊക്കെ നല്ല നിശാസുരഭികൾ, പൊന്നുഷസിനുപവനങ്ങൾ. നിശാസുരഭികൾ ഓർക്കാൻ പറ്റുന്നുണ്ട്? കുറച്ചറിയാം. നിശാസുരഭികൾ വസന്തസേനകൾ നടനമാടാൻ വരികയോ, രതി നടനമാടാൻ വരികയോ, എന്നെ വിളിച്ചുണർത്താൻ പ്രിയദർശിനി നീ വികാരവതിയായി വരികയോ, വീണ്ടും വരികയോ. നിശാസുരഭികൾ വസന്തസേനകൾ നടനമാടാൻ വരികയോ, രതി നടനമാടാൻ വരികയോ. അദ്ദേഹം പാട്ട് പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? നമുക്ക് ട്യൂൺ തന്നെ അങ്ങനെ പറഞ്ഞുതരും. നമ്മളെ വേഴ്സ് അതൊക്കെ അത് ലിറിസിസ്റ്റാണ് നമുക്ക് അതിൻ്റെ വേർഡ്സ് കറക്റ്റ് പറഞ്ഞാൽ എൻ്റെ മീനിങ് ചെയ്ത്. ഇത്രയും പാട്ടൊക്കെ അച്ഛൻ പാടുന്ന കേൾക്കുമ്പോൾ കൂടെ ഒന്ന് പാടണമെന്ന് തോന്നില്ലേ? ചിലപ്പോൾ മൂളാറുണ്ട്, പക്ഷെ ഇപ്പോൾ വേണ്ട.